ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിരച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിരച്ചതല്ല. ആ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. അവൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. മുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ, ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു വിടുവിക്കുന്നത്, യേശു അത്ഭുതങ്ങളെയോ, യേശു അഭിഷേകങ്ങളെയോ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകളേറെ കൂരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. ഇന്റെ നിറവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിറവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ശക്തിയോടെ ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. ഈ പട്ടണത്തെ ഇളക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരിക. കൈനോട്ടക്കാരന്റെ കയ്യിലല്ല, മലയാള മനോരമയുടെ വാരന്ത പതിപ്പിലല്ല. ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതലേ, നിന്റെ ഉയർച്ചയിരിക്കുന്നത് നിന്റെ വീട്ടിൽ അയൽവക്കക്കാരൻ പറയില്ലേ, നീ 90 കഴിയത്തില്ലെന്ന് അവന്റെ വായിലല്ല. ബൈബിൾ പറഞ്ഞ ശിവൻ 49:16 പറഞ്ഞ അവൻ നിന്നെ അവന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ ഉള്ളങ്കയിലാണ്. ഈ ടെലിവിഷനിലൂടെ ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം കാണുവാൻ പോകുന്നവരെ ദൈവാത്മാവിൽ ദൂത് പറയാ, നീ യേശുവിന്റെ പൈതലെങ്കിൽ നിന്റെ ഭാവി ശത്രുവിന്റെ കയ്യിലല്ല, യേശുവിന്റെ കരങ്ങളില്ല. ആ കരമടിച്ചാ വിശ്വസിക്കുന്നവ എന്റെ ദൈവത്തൊന്ന് സ്തുതിക്കട്ടെ. ആരെങ്കിലും 10 കാണില്ല, 9 കാണത്തില്ല, 90 കാണത്തില്ലെന്ന് പറഞ്ഞ് പേടിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ലൂക്കോസിന് ഭയങ്കര സന്തോഷമായി. ലൂക്കോസ് പറഞ്ഞു, അയ്യോ, അടിമത്വത്തിൽ കിടന്ന് എന്നെ വിടുവിച്ച ഈ തെയോഫിലോസിന് ഒരു സമ്മാനം കൊടുക്കും. അവൻ ഊരമ്പിലുള്ള ഏറ്റവും നല്ല കടയിൽ കയറി നല്ലൊരു ബൊക്കയോ
പൂച്ചണ്ടോ അവൻ നല്ല എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങിച്ചിട്ട് സാർ അടിമത്വത്തിലായിരുന്നു എന്നെ നിങ്ങൾ വിടുവിച്ചില്ലേ, ഇതിരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു പൂച്ചണ്ട് കൊടുത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസ് ചിന്തിച്ചു, എന്നെ അടിമത്വത്തിൽ വിടുവിച്ച ഈ ഉന്നത ഉദ്യോഗസ്ഥന് എന്താണ് ഞാൻ സമ്മാനമായി കൊടുക്കാൻ? ഉടനെ ലൂക്കോസിന് മനസ്സിൽ ലോകത്തിലെ മനുഷ്യന് സമ്മാനമായി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവ് യേശുവാണ്. കർത്താവ് യേശുവാണ്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കോളേജ് കുമാരന്മാരെ, കുമാരിമാരെ, ഇന്ന് രാത്രി അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ കൂട്ടുകാർ കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഓട്ടോഗ്രാഫ് അല്ല, എന്റെ യേശുവാ, എന്റെ യേശുവാ. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും മൊബൈൽ ഫോണുകളും ഇന്നത്തെ യുവതലമുറകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഊരമ്പിൽ ദൈവത്തെ സേവിക്കുന്ന യുവത്വത്തിൽ മുട്ടിട്ട സുന്ദര സ്വപ്നങ്ങൾ നിന്റെ കൂട്ടുകാരികൾക്ക്, കൂട്ടുകാരന്മാർ കൊടുക്കാനുള്ളത് പൂച്ചണ്ടുകളും ബൊക്കകളും ലെറ്ററുകളും അല്ല, ഒരു യേശുവിനെ കൈമാറ്റം ചെയ്യട്ടെ. കരമടിച്ച് പറ, നിന്റെ തലമുറയിലൂടെ ഒരു യേശു ഈ ദിവസം സ്കൂളുകൾ, കോളേജുകൾ, ഒരു യേശു, ഒരു യേശു അവൻ കൈമാറ്റപ്പെടട്ടെ. അവനൊരു സമ്മാനമായി കൊടു. നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ലൂക്കോസ് ഓടിച്ച ആത്മാവിന്റെ നിറവോട് ഈ തെയോപ്പിലോസിന് കൊടുക്കുവാൻ വേണ്ടി അവൻ എഴുതിയ 2 പുസ്തകങ്ങളാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ കഷ്ടാനുഭവം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ സ്വർഗ്ഗാരോഹണം, ഇവയെല്ലാം അടങ്ങിയ 2 വാല്യങ്ങളുള്ള ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും എഴുതി തെയോപ്പിലോസിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് വായിച്ച തെയോപ്പിലോസ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഊരമ്പിന് തരുവാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനം അതാരാണ്? അമ്മയോ അപ്പനോ അല്ല, അത് പുത്രനായ യേശുവാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതി. അത് പുത്രനായ എന്റെ യേശുവാണ്. മറ്റൊരുത്തൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ വേറൊരു നാമവും ഇല്ല. പത്രോസിനെ ഹെരോദാവിന്റെ കാലത്ത് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എവിടെ പീഡയുണ്ടോ അവിടെ ഒരു വിടുതലുണ്ട്. സ്വത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കാൻ വേണ്ടി കൈനീട്ടി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്താക്കി. ഹല്ലേലൂയ. ഒരു ദൂത് പറയാ, കാരാഗ്രഹത്തിനകത്താക്കി. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചുകൊണ്ടിരിക്കുക. പത്രോസിനെ കൊല്ലുവാൻ ഹെരോദാവ് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് ദൈവദാസന്മാരെ ഓടി വരികയാ. ഹെരോദാവ് പത്രോസിനെ കൊല്ലുവാൻ ഭാവിക്കുന്നത് പോലെ ഈ ഊരമ്പ് ദേശത്ത് ചില കുടുംബങ്ങളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഓ റിഭാല ഹസ്തിനി ഹമനാദിയാര, ചില വ്യക്തികളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിവസം ആത്മാവ് ദൂത് പറയുന്നു, ഈ ആരാധനയിലൂടെ പിശാചിന്റെ പാവങ്ങള്, പദ്ധതികള് എന്റെ അബദ്ധമാക്കാൻ പോകുക. കരമടിച്ചെന്ന് രാത്രി വൈഡരഹസ്യ. ഓ റിബൽക്കന, നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് ഭാവിക്കുന്നവന്റെ പാവങ്ങള് എന്റെ തകർക്കാൻ പോകുക. പിശാച് ഭാവിക്കുന്നവരാ. ഉദാഹരണം പറഞ്ഞു തരാം. ബൈക്ക് ഓടിക്കുന്ന ഏതെങ്കിലും അങ്കിൾമാരുണ്ടെങ്കിൽ ശത്രു നമുക്കെതിരെ ഭാവിക്കും. നമ്മൾ ഊരമ്പിൽ നിന്ന് പാറശാല പോകുന്നത് കരുതുക. പാറശാല പോകുമ്പോൾ ചൂഴാല് കഴിഞ്ഞ് ചങ്കുരുട്ടി, അത് കഴിഞ്ഞ് ചെങ്കവള കഴിഞ്ഞാണ് പാറശാല. ഹല്ലേലൂയ. എന്നാൽ ചൂഴാലും ശങ്കുരുട്ടി, ചൂഴാലെത്തുമ്പോൾ ബൈക്കുമായിട്ട് നമ്മൾ ഇങ്ങനെ ഊരമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂഴാലെത്തുമ്പോൾ പിശാച് പറയടാ, ചങ്കുരുട്ടി കഴിഞ്ഞ് നീ ചെങ്കവള എത്തുമ്പോൾ നിനക്കെതിരെ ഞാൻ ഒരു ടാങ്കർ ലോറിയെ കൊണ്ടുവരും. പിശാച് ഭാവിക്കുക. ആ ടാങ്കർ ലോറി ഞാൻ റോങ് സൈഡ് കയറ്റി നിന്റെ ബൈക്കുമായി ഞാൻ കൂട്ടിയിടിപ്പിക്കും. ആ സ്പോട്ടിൽ വെച്ച് നിന്നെ ഞാൻ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും പറഞ്ഞുകൂടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രൈസ് ഊരമ്പില് പാറശാലയിലേക്ക് പോകുക. ഊരമ്പെത്തി ചൂടാലെത്തി, അടുത്ത ശങ്കുരുട്ടിയിൽ പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സാത്താനവനെ ചെങ്കവടയിൽ പിശാചവനുമെതിരെ പാപിച്ച് ഒരു ടാങ്കർ ലോറി ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തി ഒരു ദൈവ പൈതലെങ്കിൽ, ഇവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ഒരു പറയാ ഒരു ദൂത് പറയാൻ പോവാ. പ്രൈസ് പത്രോസിനെ ഒരു വശത്ത് പിശാച് ഭാവിക്കുമ്പോൾ മറുവശത്ത് ദൈവന് വേണ്ടി ഒരു ദൂതനെ ഒരുക്കി. ഹല്ലേലൂയ.
അതുപോലെ ആത്മദൂത് പറയുക, പിശാചിനെതിരെ ഭാവിക്കുക, ചെങ്കവളയിൽ ഇവനെ തകർക്കാമെന്ന് ഭാവിക്കുമ്പോൾ ഇവൻ ദൈവകൃപയിലുള്ളവനായതുകൊണ്ട് ഇവൻ ഊരമ്പിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ ചൂഴാലിലെത്തി അവൻ ശങ്കുരുട്ടിയിലേക്ക് അവൻ പോകുമ്പോൾ ആ ശങ്കുരുട്ടിയുടെ ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ അവനെ പരിപാലിപ്പാൻ വേണ്ടി ഒരു ദൂതനെ അവിടേക്ക് ഇറക്കി വിടുവാനിടയാകുക. കരമടിച്ചെന്ന് രാത്രി പറഞ്ഞാട്ട് വൈഢാരഹസ്യ അവനെ പരിപാലിപ്പാൻ ശത്രുവിന്റെ കയ്യിൽ അവനെ കൊടുക്കാതെ, ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കാതെ, ചെങ്കവളയിൽ അവനെതിരെ പതിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് വൈഢാരഹസ്യ മുന്നേറുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവം ഇറക്കിയിരിക്കുക. അമ്മമാർക്കൊരു ദൂതുണ്ട്. രാവിലെ ഭർത്താവിനെ ജോലിക്ക് വിടുവാൻ, മക്കളെ സ്കൂളിൽ വിടാൻ, അടുക്കളയിൽ കയറുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ പിശാച് പറയും 7 മണിയാകുമ്പോൾ ഗ്യാസിന് ചോർച്ച ഉണ്ടാക്കിയോ, തിളയ്ക്കുന്ന കഞ്ഞിക്കലം മറിച്ചിട്ടോ, ആമേ പ്രൈസ്തലുള്ള കുക്കറിന്റെ അടപ്പ് തുറന്നോ, നിന്നെ തകർക്കുമെന്ന് 7 മണിക്ക് പിശാച് ഭാവിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 6:45 തന്നെ നിന്നെ വിടിയിപ്പാൻ ഒരു ദൂതന് നിന്റെ